ചില പ്രത്യേക കോഡുകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ഒരു കടൽ ജീവി. ഒറ്റയ്ക്കും കൂട്ടമായി ജീവിക്കുന്ന ഇവയുടെ ഓരോ സമൂഹത്തിനും ഓരോ ഭാഷകളുണ്ട്. ചില പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് അവർ അപായ സൂചനകൾ പരസ്പരം കൈമാറും. ഇണയെ ആകർഷിക്കാനാകട്ടെ വേറെ ചില ശബ്ദങ്ങൾ. മനുഷ്യനെ പോലെ ജീവിക്കുന്ന, സംസാരിക്കുന്ന സാമൂഹിക ജീവിയായ തിമിംഗലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ ആശയവിനിമയം തടസ്സപ്പെടുത്തി അവയെ നിർദാക്ഷിണ്യം കൊന്നുകളയുന്ന മനുഷ്യനാണ് ഇവരുടെ കഥയിലെ വില്ലന്മാർ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം എന്നാണല്ലേ ഉത്തരം. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഈ മത്സ്യഭീമൻ നമുക്കെന്നും ഒരു കൗതുകം തന്നെയാണ്. അവയെ പിടിക്കാനായി കടലിലേക്ക് ഇറങ്ങിപ്പോയവരുടെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്തിനാണ് അവയുടെ പിറകെ മനുഷ്യർ ഓടുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? സാമ്പത്തിക ലാഭം എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഓരോ വർഷവും 1000-ലധികം തിമിംഗലങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അവയുടെ മാംസവും ശരീരഭാഗങ്ങളും നൽകുന്ന വാണിജ്യ ലാഭമാണ് എല്ലാത്തിന്റെയും കാരണം. അവയുടെ എണ്ണ, ബ്ലംബർ, തരുണാസ്ഥി എന്നിവ ഫാർമസ്യൂട്ടിക്കൽസിന്റെയും ഹെൽത്ത് സപ്ലിമെന്റുകളിലും ഉപയോഗിക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണത്തിൽ പോലും തിമിംഗല മാംസം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം. ഈ വാണിജ്യ ലാഭം തന്നെയാണ് വലിയ ജീവിയായിട്ടും ഇവയെ പിന്തുടരാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ വംശനാശ ഭീഷണിയിൽ എത്തിയിരിക്കുകയാണ് അവ. മനുഷ്യന്റെ കൈകടത്തൽ കൊണ്ട് ഒരു കാലത്ത് വലിയ തോതിൽ എണ്ണം കുറഞ്ഞുപോയ തിമിംഗലങ്ങൾ തിമിംഗല വേട്ട കർശനമായി നിരോധിക്കാൻ രാജ്യങ്ങൾ തയ്യാറായതോടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ പുറത്തുവിട്ട വാർത്ത ഈ വിഷയത്തെ സാധൂകരിക്കുന്നതായിരുന്നു. ഒരുപാട് തരം തിമിംഗലങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ കൂട്ടത്തിലെ കേമനാണ് സ്പേം വെയിൽ. ആ സ്പേം വെയിലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ 1800 കാലഘട്ടത്തിൽ നോർത്ത് പസഫിക് സമുദ്രത്തിന് കുറുകെയായി തിമിംഗല വേട്ട കാര്യമായി പുരോഗമിച്ചു വരികയാണ്. എന്നാൽ തിമിംഗലങ്ങളിൽ ഒരുവൻ മാത്രം വേട്ടക്കാരനെ കബളിപ്പിച്ച് തെന്നി മാറിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യന് മുന്നിൽ കീഴടങ്ങാൻ വിമുഖത കാണിച്ച ആ തിമിംഗലമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ തലച്ചോറിനുടമയായ സ്പേം വെയിൽ. കൂർത്ത പല്ലുകളും വലിയ തലച്ചോറുമുള്ള ഇവ ജീവിക്കുന്നത് ആശയവിനിമയം നടത്തി തന്നെയാണ്. മനുഷ്യന് മുന്നിൽ കീഴടങ്ങാൻ ബുദ്ധിമുട്ടിയ അതിജീവനത്തിന്റെ തന്ത്രങ്ങൾ മുഴുവൻ പയറ്റിത്തെളിഞ്ഞ ഇവയുടെ മസ്തിഷ്കം തന്നെയാണ് ഇവയെ ഓടിയൊളിക്കാനും പ്രാപ്തനാക്കുന്നത്. ഇവയുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകു പദാർത്ഥമാണ് ഇവയെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? സംഭവം സത്യമാണ്. ഒറ്റയ്ക്കും കൂട്ടമായും സഞ്ചരിക്കുന്ന ഇവയെ വേട്ടയാടി പിടിച്ച് മസ്തിഷ്ക അറയിൽ നിന്ന് സ്പെർമാസെറ്റി ശേഖരിച്ചാൽ കിട്ടുന്നത് വലിയ തുകയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉൽപാദനത്തിൽ പ്രധാനിയായതുകൊണ്ടാണ് ഇതിന്റെ വാണിജ്യം മൂലം ഉയരുന്നത്. തലച്ചോറിനോട് ചേർന്ന് കാണുന്ന വികസിക്കാൻ ശേഷിയുള്ള മൂക്കുകളാണ് അവയുടെ മറ്റൊരു പ്രത്യേകത. കാഴ്ചയോ ഗന്ധമോ തിരിച്ചറിയാനാകാത്ത ഇവയുടെ ആശയവിനിമയ മാർഗവും ശബ്ദം മാത്രമാണ്. തലച്ചോറിൽ ഈ മെഴുക് ഉൽപ്പാദിപ്പിക്കുന്നതോടെ ഇവയുടെ മൂക്കുകൾ പ്രവർത്തനക്ഷമമാകും. പിന്നീട് ഇവ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. ഇങ്ങനെ ഒരു സോണാർ സിസ്റ്റം ഉണ്ടാക്കിയാണ് ഇവ സഞ്ചരിക്കുന്നത്. അപകടം മനസ്സിലാക്കി അത് കൂട്ടത്തിൽ അറിയിക്കാനും ചില പ്രത്യേക ശബ്ദത്തിലൂടെ അവയ്ക്ക് സാധിക്കും. ഇര തേടി കടലിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് സൂര്യപ്രകാശം എത്തിയിട്ടില്ലാത്ത ആഴങ്ങളിലും അതിജീവിക്കാൻ കഴിയും. 1200 മീറ്റർ ആഴങ്ങളിൽ വരെ എത്തിച്ചേരാൻ ഇവയ്ക്ക് സാധിക്കും. ശബ്ദ സംവേദനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് അവർ ഇരപിടിക്കുന്നത് പോലും. ചില പ്രത്യേക കോഡുകൾ ഉപയോഗിച്ച് ഇവ ആശയവിനിമയം നടത്തുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ജലോപരിതലത്തിലെത്തി ഇവ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയാനുള്ള പഠനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഒറ്റയ്ക്കും കൂട്ടമായും കഴിയുന്ന ഇവയുടെ ഓരോ സമൂഹത്തിനും വിവിധ കോഡ് ഭാഷകളാണുള്ളത്. ശ്വസിക്കുന്ന വായുവിൽ ചിലത് ശ്വാസകോശത്തിലേക്ക് കടത്തിവിട്ടാണ് ഇവ പ്രത്യേകം ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അതേസമയം ഇണയെ ആകർഷിക്കാൻ ഇവ പ്രത്യേക ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട്. അതേസമയം തിമിംഗല വേട്ടയിൽ ഇവയുടെ ആശയവിനിമയം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് വേട്ട നടത്തുക. വേട്ടക്കാർ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളോ മനുഷ്യരുണ്ടാക്കുന്ന നോയ്സോ കാരണം ഇവയുടെ ആശയവിനിമയം തടസ്സപ്പെട്ടേക്കാം. ഇങ്ങനെയാണ് ഇവയെ വേട്ടയാടുന്നതും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.